അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രവാചക ചരിത്രത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ ഖുർആനിലും തിരുനബി വചനങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള ഏതാനും നബിമാരുടെ ജീവിത ചരിത്രത്തിലെ കുറച്ചു ഭാഗങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ചരിത്രമാകുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കുറവുകളോ ഉണ്ടാകും. അത് കൂട്ടുകാർ ക്ഷമിക്കുമല്ലോ. ഈജിപ്തിലും അയൽ രാജ്യങ്ങളിലുമെല്ലാം വരൾച്ച ബാധിച്ചു. ഈജിപ്തിൽ വളരെ കുറഞ്ഞ വിലക്ക് ധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന വാർത്ത അയൽ രാജ്യങ്ങളിലും എത്തി. യാക്കൂബ് നബി തന്റെ പുത്രന്മാരെ ഈജിപ്തിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. ബെന്യാമിൻ ഒഴികെ തന്റെ മറ്റു പുത്രന്മാരെ ധാന്യം വാങ്ങുന്നതിനു വേണ്ടി ഈജിപ്തിലേക്ക് അയച്ചു. ദിവസങ്ങളോളം മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ ഈജിപ്തിലെത്തി. അവിടെയാണ് ധാന്യങ്ങൾ നൽകുന്നത്. അവർ പറഞ്ഞു, ഈ സമയം പ്രവാചകൻ വിതരണം ചെയ്യുന്ന ധാന്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയായിരുന്നു. നന്ദിയുണ്ട് യൂസഫ്, രാജാവ് പറഞ്ഞു. നിങ്ങൾ ഒരാൾ കാരണം മാത്രമാണ് നമ്മുടെ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കാതെ രക്ഷപ്പെട്ടത്. എല്ലാം അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മാത്രമാണ്, പ്രവാചകൻ മറുപടി പറഞ്ഞു. പെട്ടെന്നാണ് പ്രവാചകൻ വരിയിൽ നിൽക്കുന്ന സഹോദരങ്ങളെ കണ്ടത്. അദ്ദേഹത്തിന് പെട്ടെന്ന് തന്റെ സഹോദരങ്ങളെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവർക്ക് യൂസഫ് നബിയെ തിരിച്ചറിയാനായില്ല. പ്രവാചകന് തന്റെ സഹോദരങ്ങൾ തന്നോട് ചെയ്ത പ്രവൃത്തികളെക്കുറിച്ചും ഒരു രാത്രി മുഴുവനും ആ കിണറിൽ കഴിഞ്ഞ ഭയാനകമായ ആ രാത്രിയെക്കുറിച്ചും ഓർമ്മ വന്നു. പ്രവാചകൻ അവരെ തന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. സഹോദരങ്ങൾ കൊട്ടാരത്തിലെത്തിയപ്പോൾ പ്രവാചകൻ അവർക്ക് വിരുന്നൊരുക്കി. അതിനുശേഷം അവരുടെ കുടുംബത്തെക്കുറിച്ചും അവരുടെ സ്ഥലത്തെക്കുറിച്ചും ചോദിച്ചു. ഞങ്ങൾ 11 സഹോദരങ്ങൾ മഹാനായ ഒരു പ്രവാചകന്റെ മക്കളാണ്. ഞങ്ങൾ കനാനിൽ നിന്ന് വരുന്നവരാണ് എന്ന് അവർ മറുപടി നൽകി. ഞാനിവിടെ 10 പേരെ മാത്രമേ എണ്ണിയിട്ടുള്ളൂ എന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞു. നിങ്ങൾ കള്ളം പറയുകയാണോ? അല്ല, ഞങ്ങൾ കള്ളം പറയുകയല്ല. പിതാവിന്റെ ആവശ്യപ്രകാരം ഞങ്ങളുടെ ഇളയ സഹോദരനെ വീട്ടിൽ നിർത്തിയിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹത്തിന് തന്റെ പിതാവിനെയും തന്റെ ഇളയ സഹോദരനെയും കാണാൻ ആഗ്രഹം തോന്നി. നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങളുടെ ഇളയ സഹോദരനെ എന്റെ മുൻപിൽ കൊണ്ടുവരിക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇരട്ടി ധാന്യങ്ങൾ തരാം. അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഈജിപ്തിലേക്ക് പ്രവേശിക്കരുത്, അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സഹോദരന്മാർ സമ്മതിച്ചു. അവർ പ്രവാചകനോട് നന്ദി പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അവർ വീട്ടിലെത്തി. പിതാവേ, ബെന്യാമിൻ ഞങ്ങളോടൊപ്പം വരാതിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ചില വസ്തുക്കൾ നഷ്ടമായി. ബെന്യാമിനെ ഞങ്ങളോടൊപ്പം വരാൻ അനുവദിക്കുകയാണെങ്കിൽ കൂടുതൽ ധാന്യങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് കരാറുകാരനായ കൺട്രോളർ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്നാൽ പ്രായം ചെന്ന പ്രവാചകൻ ദുഃഖത്തോടുകൂടി പറഞ്ഞു, ബെന്യാമിനെ നിങ്ങളോടൊപ്പം വിടാൻ ഞാൻ അനുവദിക്കില്ല. ഞങ്ങൾ അവനെ നന്നായി ശ്രദ്ധിച്ചോളാം. അവർ പിതാവിന് വാക്ക് നൽകി. ഞാൻ നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? യൂസഫിനോട് ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അവസാനം അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സമ്മതിച്ചു. പക്ഷേ അവർ അവനെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരുമെന്ന് പ്രതിജ്ഞ ചെയ്തതിനു ശേഷം മാത്രമായിരുന്നു അത്. നിങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളതിന് അള്ളാഹു സാക്ഷിയാണ്, അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു. അവർ ഈജിപ്തിലേക്ക് യാത്രയായി. അവർ ഈജിപ്തിലെത്തിയപ്പോൾ യൂസഫ് നബി അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. പ്രവാചകൻ അവർക്ക് ഒരു വിരുന്നൊരുക്കി. വിരുന്നിനു ശേഷം ബെന്യാമിനും യൂസഫ് നബിയും തനിച്ചായപ്പോൾ പ്രവാചകൻ ബെന്യാമിനോട് പറഞ്ഞു, ബെന്യാമിൻ, ഞാൻ നിങ്ങളുടെ നഷ്ടപ്പെട്ട സഹോദരനാണ്. വർഷങ്ങൾ കഴിഞ്ഞ് വിധി നമ്മെ ഒന്നിപ്പിച്ചിരിക്കുകയാണ്. ബെന്യാമിന് ഇത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, സമയമാകുന്നതുവരെ ഇത് രഹസ്യമായി സൂക്ഷിക്കുക, പ്രവാചകൻ പറഞ്ഞു. അവർ കരയുകയും സന്തോഷം കൊണ്ട് കണ്ണ് നിറയുകയും ചെയ്തു. പ്രവാചകൻ സഹോദരങ്ങൾക്ക് വാക്ക് നൽകിയതുപോലെ കൂടുതൽ ധാന്യങ്ങൾ നൽകി. യൂസഫ് നബി തന്റെ ജോലിക്കാരനോട് ബെന്യാമിന്റെ ബാഗിനകത്ത് സ്വർണത്തിന്റെ അളവ് പാത്രം രഹസ്യമായി വെക്കാൻ ആവശ്യപ്പെട്ടു. സഹോദരന്മാർക്ക് സംശയമൊന്നും തോന്നിയില്ല. അവർ തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ സൈനികർ അങ്ങോട്ട് ഓടി വന്നു. അവിടെ നിൽക്കൂ, നിങ്ങൾ മോഷ്ടാക്കളാണ്.
പടയാളികൾ ആക്രോശിച്ചു. എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്? ആശയക്കുഴപ്പത്തിലായ സഹോദരങ്ങൾ ചോദിച്ചു. നിങ്ങൾ രാജാവിന്റെ സ്വർണക്കപ്പ് മോഷ്ടിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല, ഒരു സഹോദരൻ പറഞ്ഞു. സഹോദരങ്ങളെ ചോദ്യം ചെയ്യാൻ പ്രവാചകൻ ഒരു സൈനികനോട് നിർദ്ദേശിച്ചു. മോഷണത്തിന് എന്ത് ശിക്ഷയാണ് നിങ്ങൾ നൽകുന്നത്? സൈനികർ ചോദിച്ചു. ഞങ്ങളുടെ നിയമമനുസരിച്ച് മോഷ്ടിച്ച ആൾ വസ്തുവകകളുടെ ഉടമയ്ക്ക് അടിമയായി തീരും, ഒരു സഹോദരൻ പറഞ്ഞു. പ്രവാചകൻ അവരുടെ നിയമമനുസരിച്ച് അവരെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. കാരണം തന്റെ സഹോദരനെ കുറെ കാലം തന്റെ കൂടെ നിർത്താനും അതുവഴി തന്റെ പിതാവിനെ കാണാനുമായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തത്. ഈജിപ്തിലെ നിയമത്തിന് പകരം ഞങ്ങൾ നിങ്ങളുടെ നിയമം നടപ്പാക്കാൻ പോവുകയാണ്. നിങ്ങളിൽ ആരാണോ കപ്പ് മോഷ്ടിച്ചത് അയാളെ അടിമയായി ഇവിടെ നിർത്തും, സൈനികർ പറഞ്ഞു. അവർ അവരുടെ ബാഗുകൾ ഓരോന്നായി തിരയാൻ തുടങ്ങി. അവർ ബെന്യാമിന്റെ ബാഗ് എത്തിയപ്പോൾ അതിൽ നിന്നും സ്വർണക്കപ്പ് പുറത്തെടുത്തു. നീയാണ് അടിമയാകേണ്ടത്, അവർ വിളിച്ചു പറഞ്ഞു. സഹോദരങ്ങൾ ഞെട്ടിപ്പോയി. അവർ പിതാവിനെക്കുറിച്ചും പിതാവിന് നൽകിയ പ്രതിജ്ഞയെക്കുറിച്ചും ഓർത്തു. അവർ ദയക്കു വേണ്ടി പ്രവാചകനോട് യാചിക്കുവാൻ തുടങ്ങി. അങ്ങ് അവന് പകരം ഞങ്ങളിൽ ഒരാളെ കൊണ്ടുപോകുക, ദയവ് ചെയ്ത് അവനെ ഞങ്ങളുടെ കൂടെ അയക്കണം. പ്രവാചകൻ അവരുടെ ആവശ്യങ്ങളെല്ലാം നിരസിച്ചു. അദ്ദേഹം ബെന്യാമിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. പ്രവാചകന്റെ സഹോദരന്മാരിൽ ഒരാൾ ബെന്യാമിന്റെ വിധിക്ക് വേണ്ടി ഈജിപ്തിൽ തന്നെ നിന്നു. അവർ യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് വിവരങ്ങൾ അറിയിക്കുന്നതിനു വേണ്ടി കനാനിലേക്ക് മടങ്ങി. അവരുടെ പിതാവിനെ ആ ദുഃഖവാർത്ത അറിയിച്ചു. പിതാവേ, അങ്ങയുടെ മകൻ ബെന്യാമിൻ മോഷ്ടിച്ചു, ഞങ്ങൾ പറയുന്നത് സത്യമാണ്. എന്നാൽ ആ വൃദ്ധനായ പിതാവ് തന്റെ മക്കൾ പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം അവിടെ നിന്ന് സ്വന്തം മുറിയിലേക്ക് പോയി. ഇപ്പോഴും പ്രവാചകൻ അള്ളാഹുവിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന് തന്റെ 2 പുത്രന്മാരെയും നഷ്ടപ്പെട്ടതിൽ കഠിനമായ വേദന തോന്നി. ദുഃഖം സഹിക്കാൻ കഴിയാതെ അദ്ദേഹം വിതുമ്പിക്കരഞ്ഞു. ദിവസങ്ങളോളം അദ്ദേഹം രാവും പകലും ഇരുന്ന് കരഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് അസുഖം ബാധിക്കുകയും കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. സഹോദരങ്ങൾക്ക് പിതാവിന്റെ വിഷമം കണ്ടു നിൽക്കാനായില്ല. അവർ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. പിതാവേ, എന്തിനാണ് താങ്കൾ എപ്പോഴും ഇങ്ങനെ വിഷമിക്കുന്നത്? എന്റെ ദുഃഖവും വിഷമവും ഞാൻ അള്ളാഹുവിനോട് വിശദീകരിക്കുന്നു. നിങ്ങൾക്ക് അറിയാത്തത് ഞാൻ അള്ളാഹുവിങ്കൽ നിന്ന് അറിയുന്നുണ്ട്, പ്രവാചകൻ പറഞ്ഞു. അദ്ദേഹം വീണ്ടും തന്റെ പുത്രന്മാരോട് ഈജിപ്തിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. സഹോദരങ്ങൾ 3ാം തവണയും ഈജിപ്തിലേക്ക് പോയി. എന്നിട്ട് ബെന്യാമിനെ വിട്ടുതരാനായി പ്രവാചകനോട് അപേക്ഷിച്ചു. അവർ തന്നെ വഞ്ചിച്ചതാണെങ്കിലും തന്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ ആ രഹസ്യം അധിക നേരം മറച്ചുവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എത്ര നാൾ എനിക്ക് ആ സത്യം മറച്ചു വെക്കാൻ കഴിയും? എന്റെ പിതാവിനെ കാണാതെ എത്ര നാൾ എനിക്ക് കഴിയാനാവും? നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് നിങ്ങളുടെ സഹോദരൻ യൂസുഫിനോട് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? തങ്ങൾക്കും യൂസുഫിനും മാത്രം അറിയാവുന്ന രഹസ്യമായിരുന്നു അത് എന്ന് സഹോദരന്മാർക്ക് അറിയാമായിരുന്നു. അവർ ചോദിച്ചു, താങ്കൾ ഞങ്ങളുടെ സഹോദരൻ യൂസുഫാണോ? അതെ, ഞാൻ യൂസുഫ് ആകുന്നു, അദ്ദേഹം മറുപടി പറഞ്ഞു. ബെന്യാമിൻ എന്റെ സഹോദരനുമാണ്. അള്ളാഹു ഞങ്ങളോട് ഔദാര്യം കാണിച്ചിരിക്കുന്നു. ആര് അള്ളാഹുവിനോട് ഭക്തിയുള്ളവരും ക്ഷമയുള്ളവരുമാകുന്നോ അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. സഹോദരങ്ങൾ ഭയന്നു വിറച്ചു. തങ്ങൾ മുൻപ് ചെയ്ത കാര്യങ്ങൾ അവർ ഓർത്തു. പ്രവാചകൻ അവരെ ശിക്ഷിക്കുമെന്ന് അവർ കരുതി. അവർ പറഞ്ഞു, ഞങ്ങൾ പാപം ചെയ്തവരാണ്. തീർച്ചയായും അള്ളാഹു ഞങ്ങളെക്കാൾ കൂടുതൽ നിന്നെ ഇഷ്ടപ്പെടുന്നു. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, പ്രവാചകൻ പറഞ്ഞു. പ്രവാചകൻ തന്റെ സഹോദരന്മാരെ കെട്ടിപ്പിടിച്ച് സന്തോഷം കൊണ്ട് കരഞ്ഞു. പല ഉത്തരവാദിത്വങ്ങളും തനിക്കുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തിന് ഈജിപ്ത് വിട്ടു പോകുവാൻ സാധ്യമല്ലായിരുന്നു. തന്നെ കൂടാതെ സഹോദരന്മാരോട് പിതാവിന്റെ അടുത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഒരു ഷർട്ട് അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ ഷർട്ട് കൊണ്ടുപോയിട്ട് എന്റെ പിതാവിന്റെ മുഖത്ത് ഇട്ടു കൊടുക്കണം. അദ്ദേഹത്തിന് കാഴ്ച ലഭിക്കും. പിന്നെ കുടുംബവുമായി ഇങ്ങോട്ട് വരിക. അവർ കനാനിലേക്ക് യാത്രയായി. യാത്രാസംഘം കനാനിൽ എത്തിയപ്പോൾ തന്നെ യാക്കൂബ് നബിക്ക് തന്റെ മകൻ യൂസുഫിന്റെ സുഗന്ധം വായുവിലൂടെ ലഭിച്ചു.
അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് വസ്ത്രം ധരിച്ച് പുറത്തേക്ക് വന്നു. അവർ വീടിനടുത്തെത്തിയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഞാൻ യൂസുഫിന്റെ സുഗന്ധം വായുവിലൂടെ അറിയുന്നു. ഇത് സത്യമോ എന്റെ തോന്നലോ? ആ സന്തോഷ വാർത്തയുമായി പുത്രന്മാരെത്തി. അവർ ആ ഷർട്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് വെച്ച് കൊടുത്തു. അത്ഭുതം! ഷർട്ട് മുഖത്ത് വെച്ച് ഉടനെ തന്നെ യാക്കൂബ് നബിക്ക് കാഴ്ച തിരിച്ചു കിട്ടി. സഹോദരന്മാർ അവരുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ പാപം ചെയ്തു പോയി, ഞങ്ങളുടെ പ്രവൃത്തിയിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്നവർ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് അപേക്ഷിക്കാം. അവൻ ഏറെ പൊറുക്കുന്നവനും പരമകാരുണ്യകനുമാകുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞു. തുടർന്ന് പ്രവാചകൻ തന്റെ കുടുംബവുമായി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കാണാൻ ഈജിപ്തിലേക്ക് പോയി. യൂസുഫ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു. പിന്നെ യൂസുഫ് നബി തന്റെ പിതാവിനെ സിംഹാസനത്തിൽ ഇരുത്തി. പ്രവാചകന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. വളരെ നാളുകൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലായിരുന്നു അത്. അദ്ദേഹത്തിന്റെ പിതാവും സഹോദരന്മാരും യൂസുഫ് നബിയുടെ മുമ്പിൽ പ്രണാമം ചെയ്തു. യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇതായിരുന്നു ഞാൻ ചെറുപ്പത്തിലായിരുന്നപ്പോൾ കണ്ട സ്വപ്നം. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. എന്റെ നാഥൻ അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. പിന്നീട് പ്രവാചകൻ കുടുംബത്തെ ഈജിപ്തിലേക്ക് താമസമാക്കുന്നതിനു വേണ്ടി രാജാവിനോട് അനുവാദം ചോദിച്ചു. പിന്നീട് പ്രവാചകനും കുടുംബവും രാജാവിന്റെ അനുവാദത്തോടുകൂടി ഈജിപ്തിൽ സ്ഥിരതാമസമാക്കി. മഹത്തായ ശക്തിയും ഉത്തരവാദിത്വവും പ്രവാചകനെ അള്ളാഹുവിൽ നിന്ന് വ്യതിചലിപ്പിച്ചില്ല. അദ്ദേഹം എല്ലായ്പ്പോഴും അള്ളാഹുവിനെ ഓർക്കുകയും ആരാധിക്കുകയും ചെയ്തു. അദ്ദേഹം ഒരു രാജാവിനെ പോലെ മരണം വരിക്കാൻ ആഗ്രഹിച്ചില്ല. പ്രവാചകൻ അള്ളാഹുവിന്റെ അടിമയായി നീതിമാന്മാർക്കിടയിൽ മരിക്കാനായിരുന്നു ആഗ്രഹിച്ചത്.